ഹായ് ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്ക് എക്സൈസിൻ്റെ സ്ട്രാറ്റജി നോക്കാം. ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് വ്യാഴ്ചത്തെ അവസാനത്തെ ദിവസം. അപ്പോൾ നമുക്കൊന്ന് വൈഡായിട്ട് നോക്കാം. ഇന്നലെ എക്സൈസ് മുകളിലേക്ക് വന്ന് 3329 വരെ കയറി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു റിട്രേസ്മെൻറ്റ് വീണ്ടും മുകളിലേക്ക് പോയി 3333. ഇപ്പം 33-35 റേഞ്ചിൽ കാണാം. ഡോളറിൽ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. 0.23% 97.82 ലാഭത്തിൽ 97.82 നിൽക്കുന്നു. പിന്നെ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളൊന്നുമില്ല, ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ട് ഡോളറുമായി ബന്ധപ്പെട്ട് ഡാറ്റാസൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് നോക്കേണ്ടത് ഇന്നത്തെ ഇമ്മീഡിയറ്റ് ലെവലാണ്. ഇന്ന് വോളറ്റിലിറ്റി ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട്, രണ്ടുമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം കൂടാനും അത് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പിന്നെ ചാർട്ടും ട്രേഡിങ്ങിൻ്റെ അന്നത്തെ ആ സമയത്തുള്ള വോളറ്റിലിറ്റി നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം. പിന്നെ ഇമ്മീഡിയറ്റ് ലെവൽ പറയുന്ന ഒരു സ്കാൽപ്പേഴ്സിനുള്ള ഇമ്മീഡിയറ്റ് ലെവൽ പറയുന്ന ഇന്ന് റെസിസ്റ്റൻസ് 3346, പിന്നെ 3349, 3354. 46-ലും 54-ലും വെച്ചിട്ട് നിങ്ങൾക്ക് ബൈയും സെല്ലും എടുത്ത് ട്രേഡ് നോക്കാം. സപ്പോർട്ട് 3330, 3327, 3323. അപ്പം 3323-ലും 3354-ലും വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ട്രേഡിങ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് ഇന്നത്തെ ഡേ ട്രേഡേഴ്സിനുള്ള ലെവൽസ് നോക്കാം. ഫസ്റ്റ് റെസിസ്റ്റൻസ് 3354, 3363, 3371 വരെ പോകുന്നൊക്കെയാണ് കാണുന്നത്. പല സൈറ്റുകളും പല വിദഗ്ധന്മാരും പറയുന്നു 71 വരെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ സപ്പോർട്ട് 3323, 3310, പിന്നെ 3295 വരെ ഇറങ്ങാൻ സാധ്യതയുണ്ട് പറയുന്നു. അപ്പം 3295-നും 3354-നും അടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ പിന്നെ സ്ട്രാറ്റജി. ഇതാണ് ടെക്നിക്കൽ അനാലിസിസും, അതായത് മൂവിങ് ആവറേജ് മാർക്സ് കാണിക്കുന്നത്. പല സൈറ്റുകളും MACD എല്ലാം കാണിക്കുന്നത് ഇത്രയും റേഞ്ചിലാണ്. കാരണം ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ, ഇപ്പോൾ രാവിലത്തെ അവസ്ഥ നോക്കുമ്പോൾ വോളിയം കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്ട്രാറ്റജി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.